പ്പെടുന്നു, പരലോക ജീവിതത്തെ വിട്ടുകളയുകയും ചെയ്യുന്നു. ഏതു വേണ്ട? ഇതുവരെ പറഞ്ഞ ഒന്നും വേണ്ട, അത് വേണ്ട, കല്ല എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്നത് അത് വേണ്ട. പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, പരലോക ജീവിതത്തെ വിട്ടുകളയുകയും ചെയ്യുന്നു. ഇതിവിടെ തിരികെ ചേർത്തത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുമായിട്ടോ അതുമായി ബന്ധമില്ലാതെ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ 4 വാക്യങ്ങളുമായിട്ടോ ഒരു ബന്ധവുമില്ല. എന്നിട്ട് പറയാം അത് വേണ്ട, പക്ഷേ നിങ്ങൾ ഇഹലോക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, പരലോക ജീവിതത്തെ വിട്ടുകളയുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും അപകടകരമായ ഒരു സിദ്ധാന്തം അടങ്ങിയിരിക്കുന്നു ഈ 2 വാക്യങ്ങളിൽ. ഖുർആനിലെ ഏറ്റവും മനുഷ്യത്വ വിരുദ്ധവും അപകടകരവുമായ സിദ്ധാന്തമാണിത്. ഈ സിദ്ധാന്തമാണ് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യുന്നതിന് ഈ മതത്തെ പ്രേരിപ്പിച്ചത്. ഈ മതത്തിൻ്റെ പേരിൽ മത ഭീകരവാദികളെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരാശയമാണ്. ഇത് ഞാൻ മുമ്പ് പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇഹലോക ജീവിതം എന്ന് പറയുന്നത് ചതിയാണ്, അത് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കെണിയാണ്. അതിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ പരലോകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യണം എന്നൊരാശയമാണ് ഖുർആനിലുടനീളം ആവർത്തിച്ചിട്ടുള്ളത്. ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധിച്ച കാര്യത്തിൽ 100 കണക്കിന് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മറ്റുള്ളവരെ പോയി കൊല്ലണം എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിനെ ജീവിതത്തിൻ്റെ ദർശനം എന്നിടത്ത് നിന്ന് മരണത്തിൻ്റെയും കൂട്ടക്കുരുതിയുടെയും ചോരക്കളത്തിൻ്റെയും ദർശനമാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആശയമാണ് ഇവിടെ ഈ 2 വാക്യങ്ങളിലൂടെ ഖുർആൻ വെളിപ്പെടുത്തുന്നത്. ഇത് മറ്റു പല സ്ഥലങ്ങളിലും ഇതേപോലെ ആവർത്തിച്ചിട്ടുണ്ട്. ഇഹലോക ജീവിതം മനുഷ്യർക്ക് സന്തോഷിക്കാനോ സമാധാനത്തോടെ ജീവിക്കാനോ ഉള്ളതല്ല, മറിച്ച് മനുഷ്യർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്ത് ഈ പരീക്ഷണം വിജയിച്ച് സ്വർഗത്തിൽ പോകാനുള്ളതാണ് എന്ന ആശയം. അപകടകരമായ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും അടിത്തറയായി വർത്തിക്കുന്ന ഈ ആശയമാണ് ഇവിടെ മറ്റു വാക്യങ്ങളുമായിട്ടൊന്നും പുലബന്ധമില്ലാതെ ഇവിടെ തിരികെ ചേർത്തിട്ടുള്ള ഈ 2 വാക്യങ്ങൾ 20, 21